ഹലോ ഗായ്സ്, ഇത് നമ്മളെ രാജകുമാരീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആട്ടോ. അതായത് നമ്മളെ തുമ്പി മോളുടെ എല്ലാവർക്കും പരിചയമുണ്ടോ എന്നാലും ഒന്ന് പറയാം. എൻ്റെ അനിയത്തിൻ്റെ മോളാണ് തുമ്പി. ഇതൾ എന്നാണ് പേര്. രാവിലെ തന്നെ പിള്ളേരെയും കൂട്ടി വീട്ടിലോട്ട് പോയിട്ടോ. ഇത് മക്കളുടെ പൈസയ്ക്ക് വാങ്ങിയ ഒരു ഗിഫ്റ്റ് ആട്ടോ. അവരുടെ കുടുക്കയിൽ എടുത്ത് അവർ പറഞ്ഞൊരു പാവക്കുട്ടീന് വാങ്ങിക്കൊടുത്താണ്. അവൾക്ക് ബൊമ്മക്കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ നമ്മൾ അതുമ്പം കൊടുക്കുന്നില്ലായിരുന്നു. അതിൻ്റെ സങ്കടമാട്ടോ നമ്മളെ തുമ്പിമോളുടെ മുഖത്ത് കാണുന്നത്. രണ്ടുപേരും തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസം കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ആദൂട്ടം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ തുമ്പിമോക്ക് കൊടുത്തു കേട്ടോ. അവള് ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഇങ്ങനെ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ കുറേ നേരം മടിയിൽ വെക്കുന്നു, വെള്ളം കൊടുക്കുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കുറേ നേരം കണ്ടിരിക്കാൻ. നമ്മളും ആദൂട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ദോശ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത് തറവാട്ടിൽ വെച്ചിട്ടാട്ടോ. ഞങ്ങൾ അങ്ങനെ രാവിലെ തന്നെ എല്ലാം കെട്ടും കിടക്കൊക്കെ എടുത്ത് എല്ലാവരും കൂടെ തറവാട്ടിലോട്ട് പോയേ. വൈകുന്നേരം 6:30 ടൈം പറഞ്ഞിട്ടുള്ള കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഡെക്കറേഷനൊക്കെ അന്ന് രാവിലെ ആട്ടോ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നെ. അതിൻ്റെ ഇടയ്ക്ക് അമ്മായി സാമ്പാറൊക്കെ വെക്കാൻ നോക്കുന്നുണ്ടേ. മോന് പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെ അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബലൂണുകളൊക്കെ വെറുപ്പിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ സ്റ്റേജ് സെറ്റാക്കാനുള്ള തിരക്കിലാട്ടോ. ഞങ്ങളെ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നുപോയി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നില്ലേ. അങ്ങനെ ബലൂണുകളൊക്കെ എല്ലാവരും കൂടെ വെറുപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. തുടക്കത്തിൽ കിച്ചുമോനാണെങ്കിൽ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ആർച്ച് പോലെ ആക്കാൻ വേണ്ടിയിട്ട് പൈപ്പിൽ ബലൂൺ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടും ആ ഒരു നേക്കിൽ വന്നില്ല. പിന്നെ അതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ എന്താക്കി കുറച്ച് ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച്. അതിന് മനുമാമനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമനും നമ്മളെ കൂടെ എല്ലാത്തിനും കൂടിയിട്ടുണ്ടായിരുന്നേ. ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ടെൻഷനായി, ഇത് തീരൂലേന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളെ തുമ്പിമോളിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ത്രെഡ് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും കൂടി. പിന്നെ ഏകദേശം ഒരു ഫൈനൽ അവസ്ഥയിലോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മളെ സ്റ്റേജിന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുറ്റമൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് നമ്മൾ ഒരുക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടെത്തിയപ്പോൾ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മമാരും അച്ചച്ചന്മാരും എല്ലാവരും മേമയും കൊച്ചച്ചയും എല്ലാവരും കൂടി ഇരുന്ന് TV കാണുന്ന രംഗങ്ങളാണ്. അപ്പത്തേന് കൊച്ചച്ചിയും തിരുനെല്ലിയത്തെ കൊച്ചച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. മേമ നേരത്തെ വന്നിട്ടുണ്ട്. മേമനെ രാവിലെ ഇവിടെ ആക്കിയിട്ടായിരുന്നു കേട്ടോ കൊച്ചച്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പനും അച്ചായി എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അപ്പത്തേന് ഞങ്ങൾ ഏകദേശം ഡ്രസ്സൊക്കെ എല്ലാവരും ചേഞ്ച് ചെയ്ത് ഓരോരുത്തർ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം വർത്താനം പറച്ചിലൊക്കെ കേട്ടാൽ നിങ്ങൾ വിചാരിക്കും എന്തോ കാര്യമായിട്ടുള്ള വർത്താനം. ഒന്നുമല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് പോസ് ചെയ്ത് തന്നുള്ളൂ. തുമ്പിമോളാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇടയിൽ ഷിജിയമ്മായി ക്യാമറയിൽ പെടാതെ ഓടിപ്പോകുന്നുണ്ട്. വന്നു കേട്ടോ. തമ്പുരുമോളും ദിപ്യമ്മയും മൃദുലി അച്ചു എല്ലാവരും ഇവരൊക്കെ നമ്മളെ നെയ്ബേഴ്സ് ആട്ടോ. എല്ലാവരോടും കുശലും ഒക്കെ പറഞ്ഞ് നമ്മളെ തുമ്പിമോൾ ഒരുങ്ങാൻ വേണ്ടി പോയിട്ടോ. ഇതാണ് അവരുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. അമ്മയും മോളുടെ ഫോട്ടോഷൂട്ട് തകൃതിയായി നടക്കുമ്പോൾ അപ്പുറത്ത് മാമന്മാരുടെ പാട്ടാണ്. അങ്ങനെ നമ്മളെ കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ തുമ്പിമോളുടെ വലിയച്ഛനും അച്ഛനും ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെല്ലാം വീഡിയോ കോളിലൂടെയാണ് കേക്ക് കട്ടിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയല്ലേ. ഈ പ്രവാസികളുടെയൊക്കെ ഒരു അവസ്ഥ, ഒരു നാട്ടിലൊക്കെ ഒരു സന്തോഷമായ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്കൊന്നിനും പങ്കെടുക്കാൻ പറ്റാതാവുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. നടക്കുമ്പോൾ നമ്മളെ കിച്ചുമോൻ അവിടെ ഫോട്ടോ എടുത്തോണ്ടും വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും കേക്കൊക്കെ കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ടായിരുന്നേ. എന്ത് വന്നാലും ഞാൻ കേക്ക് കഴിക്കൂല എന്നുള്ള മട്ടിലാട്ടോ. തുമ്പിമോള് കേക്ക് കഴിച്ചേ ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും സ്റ്റേജിൽ മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് അവിടെ ഇവിടെ, കുറച്ച് പേരൊക്കെ മുമ്പിൽ ഇരിക്കുന്നത്, കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. മായക്കുട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് മുട്ടായി എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ച് ഇതും എടുത്ത് നടക്കുകയാണ്. പണ്ടൊക്കെ എൻ്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഈ മിഠായി പിള്ളേർ മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പിള്ളേർ മാത്രമല്ല വലിയവരും കഴിക്കുന്നു. എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രായമായവർക്ക് ആ മുട്ടായിനോട് താല്പര്യം കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മളെ കിച്ചുമാൻ തുമ്പിമോക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ ടൈമിൽ ആദൂട്ടനെ വിളിച്ചിട്ട് വന്നേയില്ല. എനിക്ക് 2 പേരെ കൊണ്ടും കൊടുപ്പിക്കണം എന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെ കിച്ചുമോൻ തുമ്പിമോക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അവനിങ്ങ് വന്നുട്ടോ. അവന് പെട്ടെന്ന് എന്തോ നാണം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് കലവറയിലോട്ട് പോയി നോക്കാമെന്ന്.
ഫുഡ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമല്ല കേട്ടോ ചെയ്തത്. സാധാ ചോറ് മാത്രമേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നു. ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് കാട്ടിക്കുളത്തുനിന്ന് ഒരു ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ ഉണ്ടാക്കി കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഫുഡിങ്ങിൻ്റെ ടൈമായി, എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പുന്നുണ്ട്. ഞാൻ അതിലേക്ക് തകൃതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ എല്ലാവരും അമ്മമാരും അമ്മായിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാമെന്ന്. കയ്യിൽ ചർമ്മത്തിന് പ്രായം തോന്നിക്കുമെങ്കിലും ആ നഖത്തിന് ആ പ്രായം ബാധിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ചെറുതായിരുന്നപ്പോൾ തൊട്ട് എൻ്റെ ഒരു ഓർമ്മ ഉള്ളപ്പോൾ തൊട്ട് മാമൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു നഖം എപ്പോഴും ഉണ്ടായിരുന്നു. വലിപ്പം കൂടുതലും കുറെ ഒടിഞ്ഞു പോകാറുണ്ട്, എന്നാലും ഇങ്ങനെ സെറ്റായി പിന്നെയും വരാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. കൊച്ചച്ചിയൊക്കെ തകൃതിയായ വിളമ്പിലാണ്. നമ്മളെ കൂടു ക്യാമറയിൽ നിന്ന് ഒളിച്ചു പോവാട്ടോ. ക്രിസ്റ്റിയും ഉണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ആദ്യം ട്രോളിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊച്ചച്ച അതിക്ക് വലിയൊരു ചെരുവത്തിൽ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് കഴിച്ചോ കഴിച്ചോ എന്ന് പറയുന്നതാണ്. കുക്കുമൊക്കെ വന്നു, അവരോട് സലാം പറഞ്ഞു. എന്നാൽ എൻ്റെ കൈ ആ മുട്ടായി പാത്രത്തിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ പിള്ളേരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മക്കളെ മറക്കാൻ പാടില്ലല്ലോ. രണ്ടുപേർക്കും അകത്തിരുത്തിയിട്ട് ചോറ് വാരി കൊടുത്തു കേട്ടോ. കിച്ചുമോനും അകത്തുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും വയറ് നിറഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് പുറത്തിറങ്ങിയപ്പോ കുഞ്ഞമ്മയും രാഘവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പിന്നെ അവരോട് വർത്താനം പറഞ്ഞു. പാട്ട് വെക്കടി. കൊള്ളാല്ലേ തുമ്പി? അവിടെ കുറെ നേരമായിട്ട് വണ്ടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അനീഷേട്ടായും പ്രസാദ് മാമനും എല്ലാം ഫുഡ് അടിയിലാണ്. ഞാൻ അകത്തൊക്കെ ഒന്ന് കയറി നോക്കുമ്പോൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ലുഡ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോൾ അടുത്ത ആൾക്കാർ ഫുഡ് കഴിക്കുകയാണ്. പക്ഷേ അഖിലയും പറയുന്നുണ്ട് ഞാൻ ക്യാമറ കണ്ട ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അവരൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഞാനും ഇരുന്നു കേട്ടോ. ഞാൻ കൊച്ചച്ചേൻ്റെ കൂടെയാണ്. എനിക്ക് പറ്റിയൊരു ജത വേണമല്ലോ. ഒരു ലെഗ് പീസ് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിലാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ പുറത്തു പോയി ലെഗ് പീസൊക്കെ തിന്നാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം അങ്ങനത്തെ മടിയൊന്നുമില്ല കേട്ടോ. അതായത് അതിന് എല്ലാവരും എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നിന്നിട്ട്. ഞാൻ പിന്നെ ചുറ്റോട് ചുറ്റും ഒന്നും നോക്കിയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വിജേഷ് വച്ചിച്ച് വന്ന് പുറത്തൊക്കെ ഒഴിഞ്ഞൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇറങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഒരു കുറച്ച് നേരത്തെ ഒരു പരിശ്രമത്തിന് ശേഷം ഫുഡടി ഒരു സമാപനത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അടുത്തിരുന്ന് കൊച്ചച്ച തളർന്നു എന്നാണ് പറഞ്ഞത്. മായക്കുട്ടനാണെങ്കിൽ മായക്കുട്ടിന്റെ അപ്പുറമുള്ളവർ ഇപ്പുറമുള്ളവരൊക്കെ എണീച്ചു പോയി. അവൾ ഒറ്റയ്ക്കാണ്. പിന്നെ ജയചേച്ചിയും രാജേട്ടനും ഉണ്ട്. മാമന്മാര് പാട്ട് തുടങ്ങി. കുറച്ചു നേരത്തേക്ക് ഒരു പാട്ടുമയം തന്നെയായിരുന്നേ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വിചാരിച്ചു എന്നാൽ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാന്ന്. അങ്ങനെ അവരവിടെ പുറത്ത് പാടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഗിഫ്റ്റ് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ തുമ്പിമോളുടെ അച്ഛൻ സർപ്രൈസ് ആയി കൊടുത്തൊരു ഗിഫ്റ്റാട്ടോ. അവർക്ക് ടെഡീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സൂത്രധാരി ആദ്യമായിട്ടോ അതിൻ്റെ അടുത്താണ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് ഓരോരുത്തരും കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ചിലതൊക്കെ നമുക്ക് ആരാ കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം കേട്ടോ. ചില ഗിഫ്റ്റുകളൊക്കെ ആരോ കൊണ്ടുവന്നതെന്ന് അറിയുന്നുണ്ടായില്ല കേട്ടോ. നിങ്ങൾ കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. ഇതാരോ കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം കേട്ടോ. എന്തായാലും ഞാൻ പേര് പറയുന്നില്ലേ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു ക്യൂട്ട് ഭയങ്കര രസമുണ്ടായിരുന്നേ. നമുക്ക് എന്തായാലും പെൺപിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു അട്രാക്ഷനും ഒരു ഇഷ്ടമൊക്കെ താല്പര്യമൊക്കെ കൂടുന്നുണ്ടാവില്ലേ. അങ്ങനെ ഞങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇനിയിപ്പോൾ അതൊന്നും കുത്തി തുമ്പീരൊന്നും കാണാൻ ഒരു തരികയായിരിക്കേ. പക്ഷെ കക്ഷി ഉറങ്ങിപ്പോയേ. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന കിച്ചുമോനും അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ കൂടെ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊണ്ടുവന്ന ആളെ അറിയാട്ടോ. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന കേട്ടോ. ഇതിൽ മായക്കുട്ടിന് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളൊരു സൈഡിൽ നിന്ന് ഓപ്പൺ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ 100 കഥകൾ പറയുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഇനി ഞാൻ നമ്മളെ വേറൊരാളുടെ ഗിഫ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വായിച്ചു നോക്കണേ. വിത്ത് ലവ് ചേച്ചിയമ്മ. ചേച്ചിയമ്മ കേട്ടോ ഈ ഇരിക്കുന്നത്. അവിടെയൊക്കെ ഗസ് ചെയ്ത് നോക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കിച്ചുകൂട്ടനൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഫണ്ണി മൊമെന്റ് ആയി. എല്ലാവരും ഭയങ്കര ഒരു എൻജോയ്മെന്റിലിരുന്നു കേട്ടോ. കിച്ചുമോനാണ് അത് തുറക്കുന്ന ആള്. ലാസ്റ്റ് അവന് പറ്റാണ്ട് പിന്നെ ഞാൻ തുറന്നു കൊടുത്തേ. കിട്ടി സാധനം കിട്ടി. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ നമുക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. വേറൊന്നും അല്ല കേട്ടോ, സിൽവർ കോയിലാണ്. ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അപ്പം നോക്കുമ്പോൾ എല്ലാവരും ആദ്യമായിട്ടോ ഇത് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആട്ടോ എല്ലാവരുടെയും മുഖത്ത്. നമ്മൾ ഓരോ ബോക്സുകളായി തുറന്നു ഓരോരോ ഡ്രസ്സുകൾ. എല്ലാ ഡ്രസ്സുകളും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ.
കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏതൊക്കെയാണ്. പക്ഷെ എന്തായാലും എല്ലാ ഡ്രസ്സും ഭയങ്കര ഒരു പെൺപിള്ളേർക്ക് പിന്നെ ഒരു സുഖമാണ്. വെറൈറ്റി മോഡലുകളൊക്കെ ഉണ്ടാവും. ഇപ്പം തന്നെ ഈ നമ്മൾ ഡ്രസ്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പല ചെക്കന്മാർക്ക് വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടല്ലോ. എനിക്കതിൽ വിഷമമുണ്ട് കേട്ടോ. ചെക്കന്മാർക്ക് പാൻറ് ഷർട്ട് പാൻറ് ബനിയൻ അത്രയൊക്കെ ഉള്ളൂ. പെൺപിള്ളേർക്കാണെങ്കിൽ വെറൈറ്റി കുറേ മുത്തും പൂവും കായൊക്കെ ആയിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തുമ്പിമോക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ കളക്ഷൻസ് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. പിന്നെ ചെക്കന്മാർക്കും തുടങ്ങിയിട്ടുണ്ട് 4 സ്ലീവ് 5 സ്ലീവ് എന്നൊക്കെ പറഞ്ഞ് കുറേ വെറൈറ്റി ഐറ്റംസ്. എന്തായാലും നമ്മളെ തുമ്പിമോക്ക് ഒരു 3 വയസ്സ് വരെ ഇടാനുള്ള ഒരു ഏകദേശം ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇപ്പം ഇടാനുള്ളതും കുറേ ഉണ്ട്. പിന്നെ കുറച്ച് ഓരോ സൈസ് അനുസരിച്ചുള്ള എല്ലാ ഡ്രസ്സുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ല ഓരോരോ വെറൈറ്റി ഡിസൈൻസ് ആണ്. നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോകുവേ. ബാക്ക്ഗ്രൗണ്ട് ഏരിയയിലും ആൾക്കാരുകളൊക്കെ കുറെ ഉണ്ട് കേട്ടോ. കുറച്ചു നേരത്തേക്ക് ഒരു മത്സരമായിരുന്നു. അവിടെ നിന്ന് പൊട്ടിക്കുന്നു ഇവിടെ നിന്ന് പൊട്ടിക്കുന്നു. ഏതൊക്കെ കാണിച്ചു ഏതൊക്കെ കാണിക്കാതിരുന്നു എന്ന് അറിയില്ല. ഇത് തുമ്പിമോളുടെ മാമന്റെ വകയാട്ടോ. കുപ്പായും ഷൂവും ഹെയർ ബോയും എല്ലാം ഉണ്ട് കേട്ടോ. ചിലതൊക്കെ നമുക്കറിയാം, ചിലത് ആരാ ഇപ്പൊ 2-3 പേരൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോ ആര് കൊണ്ടുവന്ന കവറാ ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. കുറെ അവിടെ എൻ്റെ അടുത്തും കുറെ മായക്കോട്ടിൻ്റെ അടുത്തും ഒക്കെ തന്നിട്ടുള്ളതുകൊണ്ട് ആരാ തന്നതെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. അവളോട് ചോദിച്ചപ്പോൾ അവളും ആരാന്നറിയില്ല എന്നുള്ള മട്ടിലിരിക്കുന്നുണ്ടായിരുന്നേ. ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷങ്ങൾ, ഇങ്ങനെ ബർത്ത്ഡേകൾ ആഘോഷിക്കും. ഇപ്പൊ പിന്നെ ആഘോഷിക്കാത്തവരായിട്ടൊന്നും ആരും ഇല്ലാന്ന് എനിക്കൊക്കെ തോന്നുന്നത്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് വലുതായി കഴിഞ്ഞിട്ടാട്ടോ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഇപ്പം നമ്മൾ വിചാരിക്കും അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോഴൊക്കെ നമ്മൾ മാക്സിമം ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ. നമ്മളെ കിച്ചുമോനും ഇഷ്ടാട്ടോ ഇങ്ങനെ ഡ്രസ്സൊക്കെ കടയിലൊക്കെ പോയി ഇവർക്ക് വാങ്ങാൻ പോയാലും പറയും അത് തുമ്പിക്ക് വാങ്ങിയാലോ, ഇത് തുമ്പിക്ക് ചേരുമോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ പറയൂ കേട്ടോ. ആദൂട്ടനാണെങ്കിൽ പിന്നെ തുമ്പീൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കണേ. പണ്ട് ഞാൻ ഈ കിച്ചുമോനെയൊക്കെ ഈ കുഞ്ഞുടുപ്പൊക്കെ ഇടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ആദൂട്ടിനെ ഇടിച്ചിട്ടുണ്ട്. ഒരു രസമല്ലേ. ഈ കിട്ടിയത് 2 രാജകുമാരന്മാരെ ആണെങ്കിലും ഈ 3ാമത് കിട്ടിയ രാജകുമാരിനെ ഞങ്ങൾ പൊന്നു പോലെ നോക്കുന്നുണ്ട് കേട്ടോ. കിച്ചുമോനൊക്കെ ആയാലും ഭയങ്കര കാര്യാട്ടോ തുമ്പിമോളെ. ആദൂട്ടിനും പിന്നെ അറിയാനായില്ലല്ലോ, രണ്ടുപേരും തമ്മിൽ അടിയൊക്കെ കൂടുന്നുണ്ട്. പക്ഷെ വമ്പ ഇഷ്ടാട്ടോ. ആദൂട്ടിനും ഇടയ്ക്കൊക്കെ പോയി ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവർക്കും. പിന്നെ അവളും ചെറുത് ഇവനും ചെറുത്, നമുക്കൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയല്ലേ. 3-4 ടെഡീസൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവക്കത് വെറൈറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. മാറി അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതിലിരുത്തിയിട്ട് ഇതൊക്കെ ഒരു സൈഡിൽ നിന്ന് ഓപ്പൺ ആക്കി വന്നപ്പോഴാണ് ഞങ്ങളൊരു വെറൈറ്റി ഐറ്റം കണ്ടത് കേട്ടോ. എല്ലാവരും വാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയല്ല, ഒരു എന്താ പറയുക, അത് ഇപ്പൊ അങ്ങനെയല്ലേ ഒരു ഭംഗി അത് തന്നെ. അങ്ങനെ ഞങ്ങളത് തിരിച്ചും മറിച്ചും പാവാട വെച്ചും ഷാള് വെച്ചും അതൊന്നും ഇട്ട് കാണാനൊരു ഭയങ്കര ത്വരയായിരുന്നു കേട്ടോ. മെടിച്ചിട്ട് നടക്കാനൊക്കെ ആവുമ്പോഴേ അത് ഇടാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര രസമുണ്ടായിരുന്നേ. അതിന് നമ്മളെ കിച്ചുമോൻ അടുത്ത കുപ്പായൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഡ്രസ്സുകൾ കാണുമ്പോഴും അങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കുറേ അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കറങ്ങിയാൽ നല്ലതായിരിക്കും. നമ്മൾ ചിങ്കുമോളും ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട്. ചിങ്കുമോളും കൂടെ വേണമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവൾ ഉറങ്ങുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ കരഞ്ഞ് ഷാടി മേടിച്ചുകൊണ്ടിരിക്കില്ലേ. രാത്രി ഏകദേശം സമയം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ള ഉടുപ്പ് ഞങ്ങളെ കണ്ണിലുടക്കി. ഇന്ന് തുമ്പി ബർത്ത്ഡേക്ക് ഇട്ട ഒരു ഡ്രസ്സിൻ്റെ ഒരു മോഡൽ പോലെ തന്നെ ഉണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആദ്യമാണ് ഈ ഒരു ബോക്സ് എടുത്ത് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും, ആരെങ്കിലും പേരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലൊരു ടെഡിയാട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിന് ഞങ്ങൾ മടുത്തു കേട്ടോ. പിന്നെ ഒരു ശോകമുഖത്തിലായിരുന്നു എല്ലാവരും ഡ്രസ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, എന്ത് കളറായിരിക്കും എന്താണെന്നറിയാൻ. കുറേ നേരം ഡ്രസ്സുകളൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മേമയൊക്കെ കൊണ്ടുവന്നേന്ന്. അൺബോക്സിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ്റെ അമ്മ വേണ്ടി ഡ്യൂറ്റ് സോങ് ആയിരുന്നേ. പാട്ട് തുടങ്ങി. കുറച്ച് ഗായകരും കൂടി ഉണ്ട്. അവരുടെ പാട്ട് എനിക്ക് എടുക്കാൻ കിട്ടിയില്ല കേട്ടോ. तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तुम ज़माना से लेगा अपना प्यार। ओ मेरे यार, ओ मेरे यार,
അടുത്ത പാട്ട് വരുന്നത് അടുത്ത സെറ്റ് മാമന്മാരുടെ പാട്ടായേ. അതും ഞങ്ങൾ എൻജോയ് ചെയ്ത് കേട്ടു കേട്ടോ. തായി അമ്മായിയൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പെണ്ണാളെ കതിരാളിയാളെ തമ്പുരത്തിടും മുമ്പേ കരിങ്കാലി കോല പറിച്ചാട്ടെ തകതിരുന്തകത്തെയ്താര തകതിരുന്തകത്തെയ്താര തകതിരുന്തക തകതിരുന്തകത്തെയ്താര താത്തിരുന്തകത്തെയ്താര തകതിരുന്തകത്തെയ്താര താത്തിരുന്തക തകതിരുന്തക തകതിരുന്തകത്തെയ്താര കണ്ടുപൊട്ടിയടിക്കാൻ കരിപ്പാറക്കടങ്ങളുണ്ടേ, വെള്ളം കോരി കോരി ഉള്ളക്കിടുന്ന തമേല കിടങ്ങളുണ്ടേ. കണ്ടം പൊട്ടിയടിക്കാൻ കരിപ്പാറക്കടങ്ങളുണ്ടേ, വെള്ളം കോരി കോരി ഉള്ളക്കിടുന്ന തമേല കിടങ്ങളുണ്ടേ. തകതക താത്തിരുന്തകത്തെയ്താര തകതിരുന്തകത്തെയ്താര താത്തിരുന്തക തകതിരുന്തക തരതിരുന്തകത്തെയ്താര തകതാത്തിരുന്തകത്തെയ്താര തകതിരുന്തകത്തെയ്താര താത്തിരുന്തക തകതിരുന്തക തകതിരുന്തകത്തെയ്താര മണ്ണവളെ തത്ത ചുണ്ടുള്ള മുറുക്കേ കൊരുമി മുറുക്കിച്ചു തകൾ വീണത് ചെത്തിലാണേ. മണ്ണിന്നവളെ തത്ത ചുണ്ടുള്ള മുറുക്കേ കൊരുമി മുറുക്കിച്ചു തകൾ വീണത് ചെത്തിലാണേ. തകതക താത്തിരുന്തകത്തെയ്താര തകതിരുന്തകത്തെയ്താര താത്തിരുന്തക തകതിരുന്തക തരതിരുന്തകത്തെയ്താര തകതാത്തിരുന്തകത്തെയ്താര തകതിരുന്തകത്തെയ്താര താത്തിരുന്തക തകതിരുന്തക തകതിരുന്തകത്തെയ്താര. അങ്ങനെ ഈ ആഘോഷങ്ങളോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ ബൈ, ടേക്ക് കെയർ.